വാർത്താമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൃശ്യമാധ്യമങ്ങളിൽ അവതാരകരായി എത്തുന്നവർ സാധാരണയായി വാർത്തകൾ അവതരിപ്പിച്ച് പോവുകയാണ് പതിവ്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പ്രേക്ഷകർ അറിയണമെന്നില്ല. എന്നാൽ CNN വാർത്താ അവതാരകയായ സാറ സിൻഡർ ഒരു വാർത്ത അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തനിക്ക് സംഭവിക്കുന്നത് കാഴ്ചക്കാരുമായി പങ്കുവച്ച് എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവം നമുക്കറിയാം. അമേരിക്കയിൽ ജനിച്ച സാറ ഫ്ലോറിഡയിലാണ് താമസം. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പിതാവിനും ബ്രിട്ടീഷുകാരിയായ മാതാവിനും ജനിച്ച ഇവർ ഒരു ദശാബ്ദത്തിലേറെയായി മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ലോക പ്രശസ്തയാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള CNN വാർത്തകളുടെ മുഖമായിരുന്നു സാറ. കഴിഞ്ഞ ദിവസം വാർത്ത വായിച്ച ശേഷം അവർ കാഴ്ചക്കാരോട് ഒരു വൈകാരിക വെളിപ്പെടുത്തൽ നടത്തി. തത്സമയ സംപ്രേഷണം അവസാനിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളുമായി പങ്കിടാൻ താല്പര്യമുള്ള ഒരു സ്വകാര്യ കുറിപ്പുണ്ടെന്ന്. ഞാൻ നിങ്ങളോട് അല്പം സഹായം ചോദിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന 8 സ്ത്രീകളുടെ പേരുകൾ ഓർക്കാൻ ഒരു നിമിഷം എടുക്കൂ. ശേഷം ആ 8 പേരിൽ ഒരാൾക്ക് സ്തനാർബുദം ആണെന്ന് അവർ പറഞ്ഞു. അവരുടെ പ്രിയപ്പെട്ട ഒരാളായ തനിക്കും സ്തനാർബുദമാണെന്ന് സങ്കടത്തോടെ അവർ വെളിപ്പെടുത്തുന്നു. താൻ ആ ക്യാൻസറിൻ്റെ 3ാം ഘട്ടത്തിലാണ്, കീമോതെറാപ്പിയുടെ 2ാം മാസത്തിലാണെന്നും അവർ വെളിപ്പെടുത്തി. ജീവിതത്തിൽ ഒരു ദിവസം പോലും തനിക്ക് മറ്റസുഖങ്ങളൊന്നും വന്നിട്ടില്ല. തനിക്കിപ്പോൾ 51 വയസ്സായി. എന്നാൽ ഈ കാലയളവിൽ ഒരിക്കൽ പോലും പുകവലിച്ചിട്ടില്ല. വളരെ അപൂർവമായി മാത്രമേ മദ്യപിച്ചിട്ടുള്ളൂ. കുടുംബത്തിൽ ആർക്കും തന്നെ അർബുദമില്ല. എന്നിട്ടും താൻ ഇന്ന് ഈ നിലയിലായി എന്നവർ ദുഃഖത്തോടെ പറയുന്നു. തന്നെ കേൾക്കുന്നവർ അവരുടെ പ്രിയപ്പെട്ടവരെ മാമോഗ്രാം എടുപ്പിക്കണമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ 8 പേരിൽ ഒരാൾക്ക് ഈ അസുഖമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മുന്നേ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് വലിയ ആപത്തുകൾ ഒഴിവാക്കാമെന്ന് സാറ ഉപദേശിച്ചു. തന്നെ തിരഞ്ഞെടുത്ത ക്യാൻസറിനോട് നന്ദിയുണ്ടെന്ന് സാറ പറയുന്നു. കാരണം ജീവിതത്തെ കൂടുതൽ കോണുകളിൽ നിന്നും വീക്ഷിക്കുവാനും പ്രണയിക്കുവാനും തനിക്കിപ്പോൾ കഴിയുന്നു എന്നവർ കുറിച്ചു. ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരിൽ ഒരാളായ അവർ എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്.